ഒത്തിരി കണ്ണുനീരോടെയാണ് ഇവിടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നത്. കാരണം വലിയ പ്രതിസന്ധികളെ അവർ തരണം ചെയ്തു. ഈ കോടിക്കണക്കിന് കടബാധ്യത അനുഭവിച്ച ഒരു കുടുംബമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 1-2 ലക്ഷം രൂപ കടം അനുഭവിക്കുന്നത് എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ ചർച്ചിൽ കോടിക്കണക്കിന് കടമുള്ളവരുണ്ട്, അവർ ആത്മഹത്യ ചെയ്തിട്ടില്ല, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികൾ ഒത്തിരി പ്രാവശ്യം ജപ്തി നടപടികൾ, പ്രത്യേകിച്ച് ഡിജിസിൻ്റെ സഹോദരൻ, നിങ്ങൾ ആ കാഴ്ച കണ്ടാൽ ആരും തകർന്നു പോവും. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത വേദനയോടെ മാനസികമായിട്ട് വല്ലാതെ തകർന്ന് നിറ കണ്ണുകളോടെ എൻ്റെ വീട്ടിൻ്റെ അകത്ത് കണ്ണുനീരോടെ വന്ന ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. സഹിക്കാൻ കഴിയുക, ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഒരു ദിവസം രാത്രി ഞാൻ ഓർക്കുന്നു, ഒരു 7-8 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ സമയത്ത് വീടിൻ്റെ അകത്ത് തകർന്ന മനുഷ്യൻ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഈ സിസ്റ്ററിൻ്റെ സഹോദരൻ വീട്ടിൽ വന്നു. ഞാനന്ന് ഞങ്ങൾ പോയ അനുഭവങ്ങൾ, ജപ്തിയുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞൂടാ, ഇതുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ എനിക്കൊന്നും അറിഞ്ഞു. പക്ഷേ കർത്താവ് എന്നോട് പറയുന്നു, ജപ്തി ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവരെപ്പോഴും പ്രാർത്ഥിക്കാൻ വന്നാലും ഇവിടെ തലയിൽ കൈവച്ച് സൊല്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ കുറിച്ച് വെച്ചോ, ജപ്തി ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നായിരുന്നു ഈ ജപ്തി ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പ്രമാണത്തിൽ എടുത്തത്? കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ച ജപ്തി ചെയ്യാൻ വച്ചിരുന്ന ബാങ്കിലിരുന്ന ആ പ്രമാണത്തെ എടുത്തു. കർത്താവ് അതിനു വേണ്ടിയുള്ള വഴികൾ തുറന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിഷയങ്ങൾ അനുഭവിച്ചിട്ട് ഒന്ന് പറഞ്ഞാട്ടെ, എത്ര പ്രാവശ്യം ജപ്തി ചെയ്യാൻ വന്നു? അവർ ഒത്തിരി പ്രാവശ്യം വന്നല്ലോ. വന്നതൊന്നും എണ്ണത്തി പറയാൻ പറ്റൂല. അടുത്തൊന്ന് വെച്ചുകൊടുത്തത് വന്നത് ഓരോ മന്തും വന്നുകൊണ്ടിരിക്കും. ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എപ്പോഴും നമ്മൾ കട മേടിച്ചവർ തന്നെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഏറ്റവും ബിഗ് സീറോ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് നിൽക്കാനുള്ള ബലം ബ്രദറായാലും സിസ്റ്ററായാലും ഞങ്ങൾക്ക് മനസ്സിൽ കിട്ടുന്ന ബലം ഞങ്ങൾക്ക് തന്നുവിടും. ഓരോ ഞായറാഴ്ചയും ഇവിടെ വന്നിരുന്ന് ഏറ്റവും മാക്സിമം ഇവിടെ ഇരുന്ന് കരഞ്ഞ് തീർത്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. എന്ന് പറയുന്നത് ആ ഒരു വിഷം അങ്ങ് കരഞ്ഞ് തീർത്തിട്ട് പോകും. 2023 ആയാലും സന്തോഷിച്ച നിമിഷങ്ങളൊന്നുമില്ല. ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ മാരേജ് 2016 കഴിയുന്നു. ആ ഡേ തൊട്ട് എൻ്റെ വീട്ടിൽ ഞാൻ സന്തോഷം എന്താണെന്ന് ഞാൻ കണ്ടിട്ടേയില്ല. കല്യാണം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് നമ്മൾ അപ്പയുടെ മുഖത്തായാലും അമ്മയുടെ മുഖത്തായാലും ബ്രദറിൻ്റെ മുഖത്തായാലും സന്തോഷം എക്സ്പെക്റ്റ് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിട്ടേയില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഒരു മൂലയ്ക്കിരുന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എനിക്കിതൊരു ജോബായിട്ടില്ല. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഒരിക്കലും പ്രൈവറ്റ് ജോബിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനോട് വേറെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, കല്യാണത്തിന് എൻ്റെ പപ്പ തന്ന ഗോൾഡ്, അത് മാത്രമേ എനിക്ക് പപ്പയ്ക്ക് സഹായിക്കാൻ നൽകാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഓരോ പ്രാവശ്യവും അതിൽ നിന്ന് ഞാനിങ്ങനെ ഓരോന്നെടുത്ത് കൊടുക്കും. 2023 ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയത്താണ്, ഒരു ഉച്ച സമയം, വീട്ടിൽ ഇതുപോലെ ജപ്തിയുടെ ബോർഡും എടുത്തുകൊണ്ട് തന്നെയാണ് വന്നത്, അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്നേരം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് വെച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ നിമിഷവും ഞാൻ വളരെയധികം ഭാരത്തോടെയാണ് വീട്ടിൽ നിന്ന് ഈ ഗോൾഡ് എടുത്തുകൊണ്ട് പോകുന്നത്. പലതവണയും ആരും അറിയാതെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പപ്പയ്ക്ക് കൊണ്ട്. കാരണം എനിക്കത് മാത്രമേ ഉള്ളൂ. കാരണം ഈ 23 വർഷക്കാലം എനിക്കൊരു കുറവും വരാതെ എന്നെ നോക്കി എൻ്റെ അപ്പനും അമ്മയും കരയുന്നത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്ക് സഹായിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, ഒരിക്കലും എൻ്റെ അപ്പയമ്മയും ഈ ലോകത്ത് കടക്കാരായിട്ട് മരിച്ചു പോവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ. കാരണം അവരാരെയും ശപിക്കരുത്. കാരണം ഒരിക്കലും പപ്പ ജസ്റ്റ് ഒരു ബിസിനസ് ലോസായത് കൊണ്ട് വന്ന് വലിയൊരു ഭാരമാണ്. ഏകദേശം 1,30,00,000 രൂപ കടഭാരത്തിലായിരുന്നു ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റും, ഉറങ്ങിയാലും ഞെട്ടിച്ചാടി എണീക്കും, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും ആ ബൈബിളിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് തറയിലിരുന്ന് കർത്താവിനെ അങ്ങ് നിലവിളിക്കും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടപ്പ, സമാധാനം തരണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കൗൺസിലിങ്ങിൽ വരുമ്പോഴും ബ്രദറും പറഞ്ഞതുപോലെ ഒരു സൊല്യൂഷനും ബ്രദർ എനിക്ക് പറഞ്ഞു തന്നില്ല. പക്ഷെ ബ്രദർ കടന്നു പോയ വഴികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. സിസ്റ്ററായാലും
തോറ്റു പോകത്തില്ല, ബ്രദർ കടന്നുപോയ വഴികളെല്ലാം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു വിട്ടു. ഒന്നാമത്തെ കാര്യം, ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. പഠിക്കാൻ പറ്റുന്നില്ല, വിജയത്തിൻ്റെ പടവുകളൊന്നും എനിക്ക് കാണാം. മുന്നിൽ ഓരോ ദിവസം എക്സ്പെക്റ്റേഷൻ കൊണ്ടാണ് എണീക്കുന്നത്. പക്ഷേ ഈ 2023 ഞാൻ ഫുള്ള് കരഞ്ഞ ദിവസങ്ങളായിരുന്നു. ഒരു ദിവസം പോലും സമാധാനത്തോട് എനിക്കറിയില്ല ഉറങ്ങാൻ പറ്റിയ ദിവസങ്ങളുണ്ടായിരുന്നു എന്ന്. എന്നും വിഷമവും വേദനകളും മാത്രമായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ വേറൊരാളുടെ നിന്ന് കടം വാങ്ങിച്ചപ്പോൾ, 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചപ്പോൾ ആ പപ്പയുടെ ഫ്രണ്ടാണ്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, കൊണ്ടുപോയി കേസ് കൊടുത്തു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, മുന്നിൽ ഒരു വഴികളുമില്ല. ഒരു വഴികളുമില്ലാതെ കരഞ്ഞ് നിലവിളിച്ചിരുന്ന ആ സമയത്താണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യേണ്ട മാക്സിമം ചെയ്തു. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും കൂടി പോയി പോസ്റ്റർ ഒട്ടിച്ചു. എല്ലാത്തിനും ഇടാൻ പറ്റുന്ന പല മേഖലകളിലും പരസ്യമിട്ടു, എല്ലാം ചെയ്ത്. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, നമ്മൾ എന്തൊക്കെ ചെയ്താലും കർത്താവ് നമുക്ക് വേണ്ടി തുറക്കാതെ ഒരു വാതിലുകളും തുറക്കത്തില്ല. അത് ഉറപ്പാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഇനി നമ്മൾ തലയും കുത്തിയിരുന്ന് എന്തൊക്കെ ചെയ്താൽ പോലും കർത്താവ് അവിടെ ഒരു പദ്ധതി ഇടാതെ നമുക്ക് മുന്നിൽ ഒരു വാതിലുകളും തുറക്കത്തില്ല. അത് ഉറപ്പായ കാര്യമാണ്. ഈ വിശ്വാസത്തോടെ ഇവിടെ നിന്ന് ഞാൻ ഒരിക്കലും ഒന്നാമത്തെ കാര്യം, ഇന്ന അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒരിടത്തും പോവാറില്ല. എനിക്കത് ഇഷ്ടവുമല്ല. ഞാൻ നിന്നെടുത്ത് ഇവിടെ വന്നു. ഇവിടെ ഞാൻ യാദൃച്ഛികമായിട്ടാണ് വന്നത്. ഒരിക്കലും ഞാനൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കർത്താവിനെ മനസ്സറിഞ്ഞ് ആരാധിക്കുക. ആ ഒരു വിശ്വാസത്തോടെ ഈ ബൈബിൾ എടുത്താണ് ഞാൻ ഇവിടെ വന്നത്. വിശ്വാസത്തോടെ തോക്കത്തില്ല. എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. കുറേ നാളായല്ലോ പ്രാർത്ഥിക്കുന്ന, ബൈബിൾ എടുത്ത് പോയല്ലോ, ഇന്ന് കടം മാറും, നാളെ കടം മാറും എന്നിങ്ങനെയാണല്ലോ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നിങ്ങളൊക്കെ തോറ്റു പോകും, കിട്ടുന്ന പൈസയ്ക്ക് ഇതെല്ലാം വിറ്റ് നിങ്ങളുടെ ഫാമിലി തകർന്നു പോകും, നിങ്ങൾ തോറ്റ് നാണം കെട്ട് നാട് വിട്ട് പോവേണ്ട അവസ്ഥ വരും. ഇതൊക്കെയാണ് ഈ സമൂഹം ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ആരുമില്ലായിരുന്നു, ഒരാളെയും നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. ഈ ഒരു അവസ്ഥയിൽ ഒള്ളി കർത്താവ് മാത്രമേ നമ്മുടെ കൂടെ കാണുള്ളൂ. അപ്പം ഈ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടും പപ്പ പത്രത്തിൽ ഇട്ടിട്ടും ഒരു ഇതും പത്രത്തിൽ വിട്ടു. ഒത്തിരി പേര് വിളിക്കുകയും ചെയ്തു, ഇത് എത്ര വിലയാണ് അത്ര വിലയാണോ എന്നൊക്കെ ചോദിച്ചാൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് കർത്താവിനെ വിളിച്ചു. ഞാൻ കർത്താവിനെ അങ്ങ് വിട്ടുകൊടുത്തു. ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ വേറെ ഒരിടത്തും പോകത്തുമില്ല, ഞാൻ തോറ്റു പോകത്തില്ല. എന്താ മരിക്കുന്ന കാലത്തോളം ഈ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് നിന്റെ സന്നിധിയിൽ ഞാൻ വിശ്വസ്തയോടെ കാത്തിരിക്കും. നീ എന്താണോ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നിന്റെ ജീവിതത്തിൽ. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ സേഫ് ആണല്ലോ, നീ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സേഫ് ആണല്ലോ, നിന്റെ ഹസ്ബൻഡിന് ഒരു ഗവൺമെൻറ് ജോബ് ഉണ്ടല്ലോ, നിനക്കൊരു വീടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് എല്ലാവരുടെ അടുത്തും ഒന്നേ ചോദിക്കാൻ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഈ 23 വർഷം വളർത്തി വലുതാക്കി ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടി അപ്പുറത്ത് അധികമായ നന്മകൾ തന്നെ നിറച്ചു. അത് കർത്താവാണ് എനിക്ക് അവരിലൂടെ തന്നത്. അപ്പം എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ അവർക്ക് ചെയ്തു. അപ്പം എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2023 ജാനുവരിയിൽ ഒരാൾ അഡ്വാൻസ് തന്നുവെങ്കിലും അയാൾ പിന്നെ വന്നില്ല. പക്ഷേ ആ കേസ് വിജയിക്കാൻ വേണ്ടി, ആ കേസ് കൊടുത്തയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് അയാൾ തന്ന അഡ്വാൻസ് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. ആ 1 ലക്ഷം രൂപ അത് ഞങ്ങൾ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അയാൾ എടുക്കുന്നില്ല. കാരണം അയാൾ 1 ലക്ഷം രൂപ അഡ്വാൻസ് തന്നതല്ലേ, നമുക്ക് അയാളെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പക്ഷേ എടുത്തില്ല. അത് 1 ലക്ഷം രൂപ ഒരാളുടെ നിന്ന് മേടിച്ച പുള്ളി കേസ് കൊടുത്ത് കോടതിയിൽ കേസായി. അതിന് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. അപ്പൊ പ്രതീക്ഷിക്കാതെ ഒരാൾ വരുന്നു, നിങ്ങളുടെ വസ്തു മേടിക്കാന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ തരുന്നു. ആ പൈസ മറ്റേ പുള്ളിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ പുള്ളി ആ വസ്തു മേടിച്ചില്ല. ആ പുള്ളിക്കാരൻ പിന്നെ ഫോണേ എടുത്തില്ല. പിന്നെ ഞങ്ങളത് വിട്ടിട്ട് പപ്പ പലരിടത്തും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാസ്റ്റ് റിങ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ കർത്താവിന് അത് നന്നായിട്ട് അറിയായിരുന്നു. ആ റിങ്ങും ലാസ്റ്റ് കൊടുത്തപ്പോൾ കൃത്യമായിട്ടും ഒരാൾ ഞങ്ങൾക്ക് വന്നിട്ട് 10 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. ആ സ്ഥലം മേടിക്കാമെന്ന് പറഞ്ഞു. അതും ഇച്ചിരി നല്ല ബെറ്റർ ആയിട്ടുള്ള ആൾ തന്നെയാണ് വന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ അത്രയും എമൗണ്ട് തരാനുള്ള 1 സെൻറ്റ് പപ്പ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ വീടിനടുത്തുള്ള പ്രോപ്പർട്ടിയാണ്. പക്ഷെ എനിക്കത് കൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം പപ്പ എൻ്റെ മാരേജിന് തരാമെന്ന് പറഞ്ഞ സ്ഥലം അത് വിറ്റ് പോകാനായിരുന്നു ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. യോബിൻ്റെ പുസ്തകത്തിൽ ഞാൻ ഓർത്തു, നഷ്ടപ്പെട്ടതിൻ്റെ 10,000 മിനിറ്റ് മടക്കി കൊടുത്ത ദൈവം, കുഴപ്പമില്ല, ദൈവം അത് അവർക്ക് തിരികെ കൊടുക്കുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ 1 സെൻറ്റ് 6 ലക്ഷം വെച്ച് വിറ്റു. ഞങ്ങൾ ഏറ്റവും ആദ്യം എടുത്തത് ജപ്തി ഒട്ടിച്ച് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രമാണം ഞങ്ങൾ
എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട് 30 ലക്ഷത്തിനായിരുന്നു ഓടി ലോൺ വെച്ചത്. ഓടി ലോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നല്ല കാശ്, നല്ല പലിശയാണ്. 3 മാസത്തിലൊരിക്കൽ 85,000 രൂപ വെച്ചാണ് അടയ്ക്കുന്നത്. ആ 30 ലക്ഷത്തിൻ്റെ ലോൺ ഞങ്ങൾ അടച്ചു. എൻ്റെ പപ്പ എനിക്ക് തന്ന കാറ് ആക്ച്വലി ആദ്യം അത് മറ്റേ EMI പോലെ വെച്ചാണ് എടുത്തത്. പക്ഷേ വീണ്ടും പപ്പ അത് പൈസയ്ക്ക് വേണ്ടി വീണ്ടും ഫ്രഷ് ആയിട്ടൊരു ലോൺ എടുത്തു. അതിൻ്റെ ലോണെല്ലാം അടച്ചു തീർക്കാൻ കർത്താവ് എനിക്ക് വഴി തുറന്നു തന്നു. എനിക്കെൻ്റെ യേശുപ്പായെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരിയേറെ സ്ട്രഗിൾ അനുഭവിച്ചപ്പോഴും എന്നെ വീഴാതെ എന്നെ സ്നേഹിച്ച് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ യേശുപ്പനാണ്. അന്നേരം ആരും എൻ്റെ വിഷമം കാണാനുണ്ടായിരുന്നില്ല. എൻ്റെ അപ്പയമ്മയ്ക്ക് തുണയായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാതെ ഞങ്ങൾ പിടിച്ചു നിർത്തിയത് എൻ്റെ വലിയവനായ എൻ്റെ യേശുപ്പ മാത്രമാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട്. പക്ഷെ അതിനപ്പുറമായി കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഏറ്റവും അധികം വിശ്വസ്തയോടെ, ഏറ്റവും അധികം നമ്മൾ വിചാരിക്കും ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എല്ലാം നടക്കുമെന്ന്. കുറേ നമ്മൾ പ്രവചനം കേൾക്കുന്ന ഒക്കെ ശരിയുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം പേഴ്സണൽ ലൈഫിൽ യേശുപ്പയുടെ അടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, ബൈബിൾ വായിക്കണം, യേശുപ്പയോട് ചേർന്നിരിക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്താലും യേശുപ്പയോട് ചോദിക്കണം, കർത്താവേ നിന്റെ ഹിതമാണോ? നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ ഉറപ്പായിട്ടും നമ്മൾ വിശ്വസ്തയോടെ കാത്തിരുന്നാൽ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവല്ലോ. ആ വചനങ്ങളൊക്കെ ഏറ്റെടുത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ നമുക്ക് ബൈബിൾ ഒരു വചനമുണ്ട്, ഇന്നോ നാളെയോ നമ്മൾ പട്ടണത്തിൽ പോയി ഇന്ന ലാഭം ഉണ്ടാക്കുമെന്ന് നമുക്ക് സ്വതമേ പറയാൻ കഴിയില്ല. കർത്താവേ അങ്ങേ കൂടാതെ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസ്തയോട് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ കർത്താവ് ബാക്കിയുള്ളതൊക്കെയും തരും. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ ആത്മീയ ജീവിതത്തിന് വേണ്ടി യാചിക്കുക, കർത്താവിന് വേണ്ടി ഹോളി സ്പിരിറ്റിനാൽ നിറയുവൻ, ബാക്കിയൊക്കെയും നമ്മുടെ പിറകെ വരിക തന്നെ ചെയ്യും. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കിട്ടിയ സ്വത്തെന്ന് പറയുന്നത് സംതൃപ്തിയും സമാധാനമാണ്. ലോകത്തിലോ എനിക്ക് ഒരിടത്തും കിട്ടാത്ത സമാധാനം കൊണ്ട് കർത്താവിന് ഇവിടെ വന്നപ്പോൾ നിറച്ചു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ എനിക്ക് ക്രൈസ്റ്റ് ആർമിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. എത്ര നന്ദി പറഞ്ഞാലും കർത്താവിൻ്റെ നമുക്കിപ്പോൾ ഒരുമിച്ച് സിസ്റ്റർ നിന്നാട്ടെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സമയം കടബാധ്യതകൾ, ജപ്തി നടപടികൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികൾ കർത്താവേ ഞങ്ങളുടെ ദേശത്തിലുണ്ട്. ഇപ്പോൾ ഈ ടെസ്റ്റ് മണികൾ ആരൊക്കെ കേട്ടോ, അവരുടെ ഭവനത്തിൻ്റെ അകത്ത് അനുഭവിക്കപ്പെടുന്ന എല്ലാ ദാരിദ്ര്യങ്ങളെയും പരിശുദ്ധതയും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര കോടിക്കണക്കിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായിരുന്നാലും ദൈവത്തിനത് നിസ്സാരമാണ്. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. വഴികൾ അടഞ്ഞ മക്കൾക്ക് വേണ്ടി ദൈവം വഴികൾ ദൈവം തുറക്കണം. അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.